ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ബോറടിച്ചോ? എന്ത് ബോറടി? ഞാൻ കാത്തിരുന്നത് എന്റെ ഡാർലിങ്ങിനെ അല്ലേ? നോ ഡാർലിംഗ്, ആ വിളി പാടില്ല. ദൈവവിരോധം ഉണ്ടാവും, അറിയാലോ. ഹനുമാൻ സ്വാമികള്. ഈശ്വരാ. ഋതുമോളുടെ ഒരു ബ്രഹ്മചര്യം. രാജു, ആ ഋതുമോൾ എന്ന വിളി റൊമാൻറ്റിക്കാ. അതേ സിറ്റുവേഷന് വേണ്ട. എന്റെ ദൈവമേ, ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ലല്ലോ. അതുകൂടെ അച്ഛനെ കണ്ടിട്ട് എന്തേ? അക്കാര്യം പറയേ. അച്ഛൻ എന്നോടുള്ള പിണക്കമൊക്കെ മാറി. എന്ത് സ്നേഹാന്നറിയോ? സന്തോഷായല്ലോ. സന്തോഷായി. ഈ അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് മിസ്റ്റർ രാജു വേണുഗോപാലിന് അറിയോ? എന്തുകൊണ്ടാ? ഞാനും അമ്മമ്മയും കൂടി അമ്മയെ കാണാൻ പോയപ്പോ രാജു എന്നെ ഓഫീസിലേക്ക് വിളിച്ചതുകൊണ്ട് മാത്ര. അച്ഛന് എന്നോട് എന്തെങ്കിലും ഒരു പിണക്കം ഉണ്ടായിരുന്നെങ്കിൽ അത് മാറ്റി തന്നത് എന്റെ ഈ രാജു. താങ്ക് യു രാജു. അത്ഭുതങ്ങള് സംഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ മാഡം. മാഡമോ? ഈ നശിച്ച വിളി പിന്നെയും വന്നു. അതല്ല, ഈ ബ്രഹ്മചര്യ അവസ്ഥയില് ഇപ്പോഴുള്ള മാഡം വിളി ആപ്റ്റ് ആണല്ലോ. അത് വേണ്ട, എന്നെ ഋതികയെന്ന് വിളിച്ചാ മതി. രാജു, ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസം. എന്റെ രാജു കാരണം ഞാനും അച്ഛനും കൂടുതൽ അടുത്തു. എന്റെ ഹസ്ബൻഡ് എന്റെ ഹീറോയാ. തപസ്സിളക്കുമല്ലേ? ഇതെന്താ, ഈ വീട്ടിലുള്ള എല്ലാരും കഞ്ഞികളാണോ? ഈ വീട്ടിലുള്ള എല്ലാവരും കഞ്ഞികളല്ല, നിങ്ങളുടെ അമ്മയാ കഞ്ഞിത്തരം കാണിച്ചത്. മനസ്സിലായില്ല. ഓ, ജേട്ടനപ്പ അറിഞ്ഞില്ലല്ലേ? ജേട്ടാ, ഇനി ഈ വീട്ടിൽ ഒരു മാസത്തേക്ക് മാരുതവ്രതമാ. മാരുതവ്രതം. അതെന്തോന്ന് വ്രതം? ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള വ്രതം. നിങ്ങളുടെ അമ്മയുടെ കൽപ്പനയാ. അവര് കേരളത്തിലെയും ഇന്ത്യയിലെയും ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടനത്തിന് പോകുന്നെന്ന്. ദൈവമേ, ഭഗവാൻ ഹനുമാൻ സ്വാമിക്ക് സ്വസ്ഥ കൊടുക്കൂലേ? രാജുവിനും ഋതുമോക്കും സന്താന ഭാഗ്യം കിട്ടാൻ വേണ്ടിയാ ഈ വ്രതം. എന്തോന്ന് നീ ഒന്ന് വിശദീകരിച്ചേ. നിങ്ങളുടെ അമ്മ ഏതോ ഒരു ദണ്ഡപാണി ജോത്സ്യരെ കൊണ്ട് ഋതുമോളുടെ നാള് നോക്കിച്ചത്രേ. എന്റെ അമ്മ സ്വന്തം കാശ് മുടക്കി. ബാക്കിയുടെ കേട്ട് നാള് നോക്കിച്ചപ്പോ അതിലൊരു ഗുളികൻ പ്രശ്നം ഉണ്ടാക്കുന്നെന്ന്. ഗുളികയല്ല, ഗുളികൻ. ആ ഗുളികന്റെ പേരും പറഞ്ഞു. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദാറ്റ് ഗുളികൻ? ശല്യനാരായണ ഗുളികൻ. അല്ലാതെ ശങ്കരനാരായണ ഗുളികൻ എന്നല്ല. നീ ബാക്കി പറയട്ടെ. അതുകൊണ്ട് രാജുവും ഋതികയും വ്രതവും ബ്രഹ്മചര്യവും അനുഷ്ഠിക്കണം. എല്ലാവർക്കും ശുദ്ധിയും വൃത്തിയും വേണം. മീനും ഇറച്ചിയും ഒന്നും കഴിക്കാൻ പാടില്ല. നോവിന